എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന ഹീറോയെ കണ്ട് ഒരുപാട് ആൾക്കാർ തിരിച്ചറിയും. അവര് പറയും അവനാണ് ടോപ്പ് 10 ഫൈറ്റേഴ്സില് ഒരാള്. അവന്റെ ഫൈറ്റ് അത് ശരിക്കും സൂപ്പർ ആയിരുന്നു. ചിരിക്കുടന്റെ സെയിം പവറാണ് അവനും. അത് കേൾക്കുമ്പോ ഇപ്പൊ ഹീറോയ്ക്ക് അവൻ ഒരുപാട് സന്തോഷാവും. ഹീറോ ട്രെയിൻ ഇറങ്ങി ഇപ്പൊ സാവധാനത്തില് സ്കൂളിലേക്ക് നടക്കുകയാണ്. അപ്പൊ കണ്ണാടി പയ്യൻ അവൻ ഫസ്റ്റ് അടിക്കാനായിട്ട് മുൻപിൽ ഉഷാറായിട്ട് ഓടും. ഹീറോ അവന്റെ പിന്നാലെ ചെന്ന് നിന്റെ ബ്രദർ ഇപ്പൊ ഓക്കെ ആണോ ചോദിക്കും. അതിനവൻ പറയും ബ്രദറിന് കുഴപ്പമൊന്നുമില്ല, അവൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് ഇപ്പൊ ക്ലാസ്സിലേക്ക് പോകും. ക്ലാസ്സിൽ ഇപ്പോ നമ്മുടെ ചുന്ദരിയും ചുന്ദരന്മാരും എല്ലാവരും ഒരുപാട് ഹാപ്പിയാണ്. സ്പോർട്സ് മീറ്റിൽ പെർഫോം ചെയ്ത നമ്മുടെ എല്ലാ ആൾക്കാർക്കും ഇപ്പൊ ഒരുപാട് ഫാൻസ് ഉണ്ട്. അവരെ എല്ലാവരെയും ഇപ്പൊ ജനങ്ങള് തിരിച്ചറിയുന്നുണ്ട്. അത് പരസ്പരം പറഞ്ഞ് അവരിപ്പോ സന്തോഷിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് അവരുടെ മാസ്റ്റർ ഇപ്പൊ ക്ലാസ്സിലേക്ക് വരും. ബാൻഡേജ് ഒക്കെ അഴിച്ച് ആളിപ്പോ ചുന്ദരക്കുട്ടനായിരിക്കുകയാണ്. മാസ്റ്റർ ക്ലാസ്സിലേക്ക് എത്തിയ ഉടൻ ഇപ്പൊ സ്റ്റുഡൻസിനോട് പറയും നമുക്കിന്ന് ഒരു ഡിഫറെന്റ് ടാസ്ക് ഉണ്ട്. എല്ലാവർക്കും ഓരോ പ്രോ നെയിംസ് നമ്മളിന്ന് കണ്ടുപിടിക്കും. അതെന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാ സൂപ്പർ ഹീറോസിനും പ്രോ നെയിംസ് ഉണ്ട്. ഫസ്റ്റ് ഇയറിൽ നിന്നും ഏജൻസിയിലുള്ളവര് സൂപ്പർ ഹീറോസിനെ ഹയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഓരോ പ്രോ നെയിംസ് വേണമെന്ന് ഇപ്പൊ മാസ്റ്റർ പറയും. മാസ്റ്റർ ഇപ്പോ ഓരോരുത്തർക്ക് വന്ന ഓഫർ അത് വായിക്കാൻ തുടങ്ങും. ഫസ്റ്റ് ടോഡ്രോക്കിക്കാണ് 4000 സംതിങ് ഓഫറാണ് അവന് വന്നിരിക്കുന്നത്. സെക്കൻഡ് ചപ്രത്തലേന്, പിന്നീട് ടോക്കിയാമി, ഡോറ, കണ്ണാടി പയ്യൻ എന്നിങ്ങനെ ഓരോരുത്തർക്ക് വന്ന ഓർഡേഴ്സ് മാസ്റ്റർ കറക്റ്റ് ആയിട്ട് അവർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. അതൊക്കെ കണ്ടും കേട്ടും ഇപ്പൊ സ്റ്റുഡൻസ് അവർക്ക് ഒരുപാട് സന്തോഷാവും. പക്ഷെ അവരുടെ കൺഫ്യൂഷൻ സ്പോർട്സ് മീറ്റിൽ ജയിച്ചത് ചപ്രത്തലേനാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഓഫർ വന്നിരിക്കുന്നത് അത് ടോഡ്രോക്കിക്കാണ്. അപ്പൊ ഒരുത്തൻ പറയും ചപ്രത്തലേന്റെ മോന്ത കണ്ട് എല്ലാവരും പേടിച്ചു കാണും. അത് കേട്ട് ചപ്രത്തലേന് കലി ഇളകി നിർത്തിനടാ നീ, ഞാനെന്താ വല്ല ഭൂതമാണോ എന്നെ കണ്ടു പേടിക്കാൻ. ഇവിടെ ഡോറയ്ക്കാണെങ്കില് സന്തോഷം കൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല. കാരണം അവൾക്കും ഒരുപാട് ഓഫർ വന്നിട്ടുണ്ട്. അവൾ ആ സന്തോഷത്തില് ഇപ്പൊ കണ്ണാടി പയ്യന്റെ ചുമലി പിടിച്ച് അമർത്താൻ തുടങ്ങും. പക്ഷെ നമ്മുടെ ഇസുക്ക് പയ്യന് മാത്രം ഒരു ഓഫർ പോലും വന്നിട്ടുണ്ടാവില്ല. അപ്പൊ മാസ്റ്റർ പറയും ഇവിടെ ഓഫർ വന്നവർക്കും വരാത്തവർക്കും എല്ലാവർക്കും റിയൽ ഹീറോസിന്റെ കൂടെ ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരും റിയൽ മോൺസ്റ്റേഴ്സുമായി ഓൾറെഡി ഫൈറ്റ് ചെയ്ത് നിങ്ങളുടെ കഴിവ് തെളിയിച്ചു. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. പ്രോ നെയിംസ് എപ്പോഴും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനും കഴിവിനും ചേർന്നതായിരിക്കണം. പിന്നീട് ഒരിക്കലും അത് മാറ്റാനായിട്ട് കഴിയില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൽമൈറ്റ്. അതുപോലെ അടിപൊളി പേരുകൾ വെക്കാൻ പറഞ്ഞ് എല്ലാവർക്കും ഓരോ പേപ്പറുകൾ കൊടുക്കും. അല്പസമയം കഴിഞ്ഞ് ഓരോരുത്തരും അവരുടെ പ്രോ നെയിംസ് അത് വായിക്കാൻ തുടങ്ങും. ആദ്യമായിട്ട് നമ്മുടെ പ്രിൻസസ് ആയിരിക്കും പേര് വായിക്കാൻ കടന്നു വരിക. ആ പേര് കണ്ട് എല്ലാവരും ഷോക്കാവും. ആർക്കും എന്നെ തകർക്കാൻ കഴിയില്ല, ഞാൻ വീണ്ടും വീണ്ടും ശക്തമായി മിന്നിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എല്ലാവരും മൂക്കത്ത് വിരൽ വെക്കും. അടുത്തത് പിങ്കി മുടിച്ച്, അവൾ ഡാർക്ക് ഏലിയൻ എന്നവൾക്ക് പേരിടും. അത് കേട്ട് മാസ്റ്റർ അവളുടെ തലയ്ക്കൊരു അടി കൊടുത്ത് പേര് ചേഞ്ച് ചെയ്യാൻ പറയും. അപ്പൊ നമ്മുടെ തവളപ്പെണ്ണ് അവൾ സ്റ്റൈലായിട്ട് വരും. അവള് പറയും എന്റെ പ്രോ നെയിം അത് ഫ്രോപ്പി. ആ പേര് കൊള്ളാം, സ്റ്റൈലായിട്ടുണ്ടല്ലേ. അത് കേട്ട് ഇപ്പൊ എല്ലാവരും ആ പേര് വിളിച്ച് കൈയടിക്കാൻ തുടങ്ങും. ചോപ്പൻ തലേൻ കരീഷ്മ, അവനിട്ട പേര് റെഡ് റോക്ക്. ആ പേരൊക്കെ കേൾക്കുമ്പോ ഇപ്പൊ ഹീറോയ്ക്ക് അവൻ ഒരുപാട് സന്തോഷാവും. അപ്പൊ ഹീറോ അവൻ ചെറുപ്പത്തില് ഇതുപോലെ ഒരുപാട് പേരുകൾ എഴുതി അമ്മയെ വായിച്ചു കേൾപ്പിച്ച് ഇതിലേതു പേരാണ് എനിക്ക് നല്ലത്, ഈ പേര് കൊള്ളാമോ ആ പേര് കൊള്ളാമോ എന്നൊക്കെ പറഞ്ഞ് അമ്മയെ ഒരുപാട് ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഹീറോയ്ക്ക് ആൽമൈറ്റ് ചിരിക്കുട്ടനെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് അവൻ ആൽമൈറ്റിന്റെ പേര് വെച്ചിട്ടായിരിക്കും അവന്റെ പേര് അതെപ്പോഴും എഴുതുക. അത് കാണുമ്പോ അവന്റെ അമ്മയ്ക്ക് അവനെ ഓർത്ത് ഒരുപാട് അഭിമാനാവും. കാമിനാരി പയ്യൻ അവൻ എന്ത് പേര് വെക്കൂന്ന് പറഞ്ഞ് ഇപ്പൊ കൂലങ്കക്ഷമായിട്ട് ആലോചിക്കും. അപ്പൊ വേറൊരുത്തൻ പറയും നിനക്ക് പറ്റിയ പേര് ഡുബാക്കു എന്നാണ്. അത് കേട്ട് കാമിനാരി പയ്യൻ അവൻ വല്ലാണ്ട് അങ്ങോട്ടേക്ക് ഇംപ്രസ് ആവും. വാവ്, ഡുബാക്കു, ഈ പേര് എനിക്ക് ഒത്തിരി ഇഷ്ടായി. അപ്പൊ ബാക്കിയുള്ളവര് ആ പേര് കേട്ട് പൊട്ടിച്ചിരിക്കും. അങ്ങനെ ഓരോരുത്തരായിട്ട് വീണ്ടും കടന്നു വന്ന് അവരുടെ പേരുകള് അത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ടോഡ്രോക്കി ആണെങ്കില് ഷോട്ടോ ടോഡ്രോക്കി എന്ന അവന്റെ പേര് അത് ഷോർട്ടാക്കി ഇപ്പൊ ഷോട്ടോ എന്ന പേരിടും. അടുത്തതായിട്ട് ചപ്രത്തലേൻ അവനിട്ട പേര് കിങ് എക്സ്പ്ലോഷർ മർഡർ. അത് കേട്ട് ചുന്ദരി ടീച്ചർ ആള് ദേഷ്യപ്പെട്ട് അവനോട് പേര് മാറ്റാൻ പറയും. ഡോറ പെണ്ണ് അവളുടെ പേര് ഡാവിറ്റി എന്നിടും. ഇവിടെ കണ്ണാടി പയ്യൻ അവന്റെ ചേട്ടനെ കുറിച്ച് ആലോചിച്ച് ചേട്ടന്റെ പേരിട്ടാലോ എന്ന് ആലോചിക്കും. പക്ഷെ അത് മാറ്റി മറ്റൊരു പേരിടും. അവസാനമായിട്ട് നമ്മുടെ ഇസുക്കി പയ്യൻ അവന്റെ പേര് കണ്ട് എല്ലാവരും ഷോക്കാവും. അവര് ചോദിക്കും ഈ ഒരു പേരില് നീ ഹാപ്പിയാണോ? എല്ലാവരും നിന്നെ ഇനി ഈ പേരായിരിക്കും
വിളിക്കാൻ പോവാ. ആക്ച്വലി ഹീറോയ്ക്കും ആ പേര് വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷെ ഈ പേരിന്റെ അർത്ഥം മറ്റൊരാൾ മാറ്റി. അതിനുശേഷം എനിക്ക് ഈ പേര് ഒരുപാട് ഇഷ്ടമാണ്. ഹീറോ അവന്റെ പേര് അത് ഉയർത്തിപ്പിടിച്ചു പറയും, എന്റെ പേര് ഡെയ്ക്ക്. അപ്പൊ ചപ്രത്തലയൻ അവൻ വീണ്ടും അവന്റെ പേര് തിരുത്തി അവൻ ഉറക്കെ വിളിച്ചു പറയും, എന്റെ പുതിയ പേര് വെടിയുണ്ടകളുടെ രാജാവ്. മാസ്റ്റർ വീണ്ടും ഇപ്പൊ വലിയൊരു ലിസ്റ്റുമായിട്ട് സ്റ്റുഡൻസിന്റെ അടുത്തേക്ക് വരും. ഓരോരോ കമ്പനീസ് സെലക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കും. മാസ്റ്റർ പറയും, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏജൻസി സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. മാത്രമല്ല ഏജൻസി സെലക്ട് ചെയ്യാത്ത ബാക്കിയുള്ള സ്റ്റുഡൻസിന് മറ്റ് 40 ഏജൻസികളുടെ ലിസ്റ്റ് തരും. അതിൽ നിന്ന് ഇഷ്ടമുള്ളത് നിങ്ങൾക്കും ചൂസ് ചെയ്യാം. അങ്ങനെ ഓരോരുത്തർക്കും അവരെ സെലക്ട് ചെയ്ത ഏജൻസിയുടെ ലിസ്റ്റ് കൊടുത്ത് മാസ്റ്റർ കടന്നുപോകും. മാസ്റ്റർ അവസാനമായി പറയും, നിങ്ങളുടെ മുൻപില് 2 ദിവസം സമയമുണ്ട്. ഏത് ഏജൻസിയാണോ കറക്റ്റ് ആപ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അത് തെരഞ്ഞെടുത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ അവിടെ ജോയിൻ ചെയ്യാം. ഉടനെ ടോഡ്രോക്കി അവന്റെ ലിസ്റ്റ് ചെക്ക് ചെയ്യും. ആ ലിസ്റ്റില് അവന്റെ പപ്പയുടെ ഏജൻസിയും അവനെ സെലക്ട് ചെയ്തിട്ട് കാണും. കട്ട് ചെയ്ത ലഞ്ച് ബ്രേക്കില് ഇപ്പൊ എല്ലാവരും ഏത് ഏജൻസിയിൽ ജോയിൻ ചെയ്യണം എന്നുള്ള കൂലങ്കക്ഷമായിട്ടുള്ള ചിന്തയിലാണ്. അതിലേറ്റവും കൺഫ്യൂഷൻ നമ്മുടെ ഹീറോയ്ക്കാണ്. അവനിപ്പോ ഓരോ ഏജൻസികളെയും ഗുണിച്ചും ഹരിച്ചും കൂട്ടിയും കുറച്ചും കിഴിച്ചും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എക്സാമിൻ ചെയ്ത് ഓരോ ഏജൻസികളുടെയും ക്വാളിറ്റി കമ്പയർ ചെയ്യും. അപ്പൊ ഡോറ പെണ്ണ് അവള് ഹീറോയോട് പറയും, ഞാൻ എന്റെ ഏജൻസി സെലക്ട് ചെയ്തു. ഗണ്ണേച്ചി ഏജൻസിയാണ് ഞാൻ സെലക്ട് ചെയ്തത്. അവിടെയാണ് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന നല്ല പവറുള്ള ഒരുപാട് സൂപ്പർ ഹീറോസ് ഉള്ളത്. ഞാൻ ചപ്രത്തലനുമായിട്ട് ഫൈറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ എത്ര വീക്കാണെന്ന് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് ഈ ഒരു ഏജൻസിയിൽ ഞാൻ ചേരുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് നല്ല പവർഫുൾ ആയി മാറാൻ കഴിയുമെന്ന് ഇപ്പൊ അവള് പറയും. പക്ഷെ ഹീറോയ്ക്കാണെങ്കിൽ എത്ര ആലോചിച്ചിട്ടും ഒരു ഏജൻസി കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം അവനെ കൊണ്ട് ഇതുവരെ അവന്റെ പവർ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ഈവനിങ് ടൈമില് രണ്ടുപേരും ഇപ്പൊ കണ്ണാടി പയ്യൻ അവനെ അന്വേഷിക്കും. അവനെ ആണെങ്കില് അവിടെ ഒന്നും കാണില്ല. അപ്പൊ ചിരിക്കുട്ടൻ അവൻ ഹീറോയെ വിളിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോകും. ചിരിക്കുട്ടൻ പറയും, നിനക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. ആൾ ആക്ച്വലി ഈ സ്കൂളിലെ ഒരു എക്സാറാണ്. അദ്ദേഹം എന്റെ ടീച്ചറായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് എക്സ് ടൊറീനോ. എന്റെ ഈ പവറിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അദ്ദേഹത്തിന് കറക്റ്റ് ആയിട്ട് അറിയാം. നിന്റെ പവറിനെ കുറിച്ച് ആൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് മറുപടി പറയണം. വർഷങ്ങൾക്ക് മുൻപേ അദ്ദേഹം ഈ സ്കൂളിൽ നിന്ന് റിട്ടയർഡ് ആയതാണ്. ആക്ച്വലി നമ്മുടെ ചിരിക്കുട്ടൻ ഈ മാസ്റ്ററിനാണ് മുൻപ് ലെറ്റർ എഴുതിയത്. തന്റെ പവർ കൊടുത്തതിനെ പറ്റിയും ഇസുക്ക് പയ്യന്റെ പ്രാക്ടീസിനെ കുറിച്ചും അങ്ങനെ എല്ലാ കാര്യങ്ങളും എഴുതി അറിയിച്ചത് ഇദ്ദേഹത്തെയാണ്. ഇതെല്ലാം കേൾക്കുമ്പോ തന്നെ ഇപ്പൊ നമ്മുടെ ചെക്കൻ അവൻ വിറയ്ക്കാൻ തുടങ്ങും. അത് കണ്ട് ചിരിക്കുട്ടനും ഇപ്പൊ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങും. ചിരിക്കുട്ടൻ അവൻ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് കൊടുത്ത് ഹീറോയെ അവനെ പറഞ്ഞയക്കും. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ സ്കൂളില് മാസ്റ്റർ ആവട്ടെ ഓരോരുത്തരുടെ സ്ലിപ്പ് അത് കളക്ട് ചെയ്യാണ്. അപ്പോഴായിരിക്കും മാസ്റ്റർ കണ്ണാടിപ്പയ്യൻ സെലക്ട് ചെയ്ത ടിസോസിറ്റിയിലുള്ള ഒരു ഓർഡിനറി മാനുവൽ ഏജൻസിയുടെ പേര് വായിക്കുക. അത് ആക്ച്വലി ഒരു സാധാരണ ചെറിയ ഏജൻസിയാണ്. അവൻ ഒരുപാട് വലിയ ഏജൻസിയിൽ നിന്ന് ഓഫർ വന്നിട്ടും അവൻ എന്തുകൊണ്ടാണ് ഈ ഒരു ഏജൻസി അത് തെരഞ്ഞെടുത്തതെന്ന് ഇപ്പൊ മാസ്റ്റർ ആലോചിക്കും. കട്ട് ചെയ്ത ഹീറോയും ഡോറയും അവര് പരസ്പരം അവർ സെലക്ട് ചെയ്ത ഏജൻസിയെ കുറിച്ചൊക്കെ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ഹീറോ ആവട്ടെ അവൻ വീട്ടിൽ വന്ന് കാഷ്വലായിട്ട് ഇപ്പൊ TV കാണാണ്. അപ്പൊ ന്യൂസില് പൊസസിറ്റി എന്ന് പേരുള്ള സിറ്റിയില് പുതിയൊരു മോൺസ്റ്റർ ഇറങ്ങിയ കാര്യം ഇപ്പൊ ലൈവായിട്ട് കാണിക്കും. ആക്ച്വലി ഈ ഒരു മോൺസ്റ്റർ ആണ് നമ്മുടെ കണ്ണാടിപ്പയ്യന്റെ ബ്രദറിനെ കൊന്നു കളഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് കണ്ണാടിപ്പയ്യൻ ഈ ഒരു സിറ്റിയിലുള്ള ഏജൻസി തന്നെ ഇപ്പൊ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ സ്റ്റുഡൻസ് എല്ലാവരും അവർ തെരഞ്ഞെടുത്ത ഏജൻസിയിലേക്ക് പോവാൻ ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരും. മാസ്റ്റർ വിളിച്ചു പറയും, നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും നിങ്ങളുടെ യൂണിഫോം അത് കയ്യിൽ കരുതണം. മാത്രമല്ല ട്രെയിനിങ് കറക്റ്റ് ആയിട്ട് ചെയ്ത് വലിയ അപകടമൊന്നും ഇല്ലാതെ തിരികെ എത്തണം. അപ്പൊ മറ്റൊരു ഭാഗത്ത് കണ്ണാടി പയ്യൻ അവനവന്റെ പെട്ടിയും തൂക്കി ഒറ്റയ്ക്കൊരു ഭാഗത്ത് നിൽക്കും. അത് കണ്ട് ഡോറ പെണ്ണും നമ്മുടെ ഹീറോയും അവരവിടേക്ക് വന്ന് ഇപ്പൊ അവനോട് പറയും, നീ വിഷമിക്കണ്ട, നിനക്ക് കൂട്ടായി നിന്റെ കൂടെ ഞങ്ങളുണ്ട്. അതിന് കണ്ണാടി പയ്യൻ അവൻ ജസ്റ്റ് ഒന്ന് മൂളും. എന്നിട്ട് മുഖം തിരിച്ച് കൊലവെറിയോടെ ഇപ്പൊ മുൻപോട്ട് നടക്കും. അല്പസമയം കഴിയുമ്പോ ഹീറോ ട്രെയിനിൽ കയറി യാത്ര ആരംഭിക്കും. അവൻ ചിരിക്കുട്ടം പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇപ്പൊ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഹീറോ ട്രെയിൻ ഇറങ്ങി ഇപ്പൊ വലിയ എക്സ്പെക്ടേഷനില് ആ അഡ്രസ്സിൽ നോക്കി വരും. പക്ഷെ അവൻ കാണുക ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴാറായൊരു ബിൽഡിങ്. അവൻ ഡോർ നോക്ക് ചെയ്ത് ഇപ്പൊ അകത്തേക്ക് കയറും. അപ്പൊ ഹീറോ അവൻ താഴേക്ക് നോക്കുമ്പോ രക്തത്തിൽ കുളിച്ച് ആരോ അങ്ങനെ കിടക്കുന്ന കാണും. അത് കണ്ട് പേടിച്ച് നമ്മുടെ ആശാൻ അലറി വിളിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും
അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.